നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിലെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ഭഗവാൻ വേദവ്യാസന്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവാൻ വേദവ്യാസൻ വേദാന്ത ശാസ്ത്രം മുഴുവൻ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ നമുക്ക് പ്രായോഗിക പഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭഗവത്ഗീതയെ നമുക്ക് വേദാന്ത സാരസർവസ്വമായി അദ്ദേഹം തയ്യാറാക്കി തന്നു. അതിനുശേഷം അത് നമുക്ക് കുറെ കൂടി വ്യക്തമായി തീരാൻ വേണ്ടി ഓരോ ശ്ലോകത്തിനും ഓരോ തത്വത്തിനും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെയും ആ കഥാപാത്ര സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കഥാ സന്ദർഭങ്ങളെയും അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെയാണ് മഹാഭാരതം ഉണ്ടാകുന്നത്. ഭഗവത്ഗീതയും മഹാഭാരതവും തമ്മിലുള്ളതായ സുദൃഢമായിരിക്കുന്ന ഈ ബന്ധം നമ്മുടെ ഗീതാഭാരത ചർച്ചയുടെ അകക്കാമ്പായിരിക്കും. ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ദൈവീ സമ്പത്തിന്റെ സവിശേഷതകളെല്ലാം വിവിധ മഹാഭാരത കഥകളിലൂടെ നാം കണ്ടുകഴിഞ്ഞു. ആസുരീ സമ്പത്തിന്റെ സവിശേഷതകളാണ് നാം ഇപ്പോൾ കഥകളിലൂടെ നേരിട്ട് അടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന സൗജം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് വ്യാസഭഗവാൻ ഈ ആസുരീ സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങളെ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. ന ശൗചം നാപിചാചാരോ ന സത്യം തേഷു വിദ്യതേ. അദ്ദേഹം പറയാണ്, ഇവിടെ കൊണ്ടും ആസുരീ സമ്പത്തിന്റെ പ്രത്യേകതകൾ അവസാനിക്കുന്നില്ല. അത് തുടർന്നുള്ളതായ ശ്ലോകങ്ങളിലൂടെ വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നു. ഇതിലെ ഓരോ സവിശേഷതയെയും വിവിധ കഥാപാത്രങ്ങളിലൂടെ വിവിധ സമ്പ്രദായങ്ങളിൽ വ്യാസൻ ഈ മഹാഭാരതത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഒന്നൊന്നായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആളുകൾക്ക് പ്രവൃത്തിയെക്കുറിച്ച് അറിയില്ല, നിവൃത്തിയെക്കുറിച്ച് അറിയില്ല, അതേപോലെ തന്നെ ശൗചമില്ല, മനഃശുദ്ധി, അതാണ് ശൗചം. അവർക്ക് ശൗചമില്ല,
മനഃശുദ്ധിയില്ല, അതേപോലെ തന്നെ ആചാരവുമില്ല. സദാചാരം, സത്സ്വഭാവം, ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ട് തൻ്റെ കർമ്മങ്ങളെയെല്ലാം ക്രമീകരിക്കുകയും അതൊക്കെയാണ് ആചാരം എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന ഓരോ കർമ്മവും ലോകഹിതത്തിന് അനുരൂപമാകണം. അത് തന്നെ നാം നിരന്തരം തുടരണം. അപ്പോൾ അത് ആചാരമായി തീർന്നു. ഇത് അസുരി സമ്പന്നന്മാർക്ക് ഇല്ല. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ സുഖസമൃദ്ധികൾ മാത്രമാണ് കണ്ണ്. അത് ഏത് പ്രകാരത്തിൽ നേടണം, അതിനു വേണ്ടിയിട്ട് ഏത് കുതന്ത്രവും അവർ മെനയും. അതോടുകൂടിയിട്ട് അവർക്ക് ആചാരം ഒരിക്കലും സ്വീകാര്യമല്ലാതായിത്തീരുന്നു. സജ്ജനാചാരം വെടിഞ്ഞിട്ട് അവർ ദുർജനാചാരം, ദുർജനങ്ങളുടെ പ്രവൃത്തികൾ അവരവരുടെ ഹിതത്തിനനുസരിച്ചിട്ട് അതത് സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാവുന്ന ക്രൂരകർമ്മങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിലേക്ക് പ്രവേശിച്ചിരുന്നു. മഹാഭാരതത്തിലെ വനപർവം, അതിലെ ഘോഷയാത്ര എന്നുള്ളതായ ഉപപർവം, ആ സംഭവത്തിന്, ആ ഉപപർവത്തിലെ വിഷയം കൗരവന്മാർ നടത്തുന്ന ഘോഷയാത്രയാണ്. ഘോഷങ്ങളിലേക്കുള്ള യാത്രയാണ് ഘോഷയാത്ര. ഘോഷമെന്നാൽ ഇടയ ഗ്രാമം എന്ന അർത്ഥം, ഇടയക്കുടിൽ എന്നും അർത്ഥം. അങ്ങനെ ഘോഷങ്ങളിലേക്ക് രാജാക്കന്മാര് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നതാണ് ഘോഷയാത്ര. രാജാക്കന്മാര് ഗ്രാമസീമകളിലും നഗരസീമകളിലും കാനനാന്തർഭാഗത്ത് ധാരാളം ഘോഷങ്ങൾ നിലനിർത്തും. അന്നത്തെ സമ്പത്തിന്റെ ഒരു മുഖ്യമായിരിക്കുന്ന ആധാരം പശുക്കളും അതേപോലെ തന്നെ എരുമ മുതലായവയുമാണ്. അവയിൽ നിന്ന് കിട്ടുന്നതായ ഉൽപ്പന്നങ്ങൾ, പാലും തൈരും നെയ്യും വെണ്ണയും ഒക്കെ അന്നത്തെ മുഖ്യ സമ്പത്തുകളാണ്. അത് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കളാണ് എന്ന് മാത്രമല്ല മരുന്നുമാണ്. മനുഷ്യ ശരീരത്തിന് വളരെയേറെ ആരോഗ്യതം എന്ന് മാത്രമല്ല, ഈ പശുക്കളുടെ ചാണകം കൃഷിക്ക് ഏറ്റവും ഉപയുക്തം, ഏറ്റവും നല്ല വളമാണത്. ചെടികൾ വേഗം പൊടിക്കാനും അതിൻ്റെ വേരുകൾ വേഗം തഴയ്ക്കാനും വ്യാപിക്കാനും അങ്ങനെ ചെടി ആരോഗ്യത്തോടെ വളരാനും ഏറ്റവും നല്ല അമൃതമാണ് ചാണകം. എന്ന് മാത്രമല്ല പഞ്ചഗവ്യം മുതലായവയിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. അത് ഒരു മരുന്നാണ്, പൂജയ്ക്ക് ഉപയോഗിക്കുന്നതായ ദ്രവ്യമാണ് പഞ്ചഗവ്യം. അപ്പോൾ ഇങ്ങനെ അന്നത്തെ സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ്, മുഖ്യമായ ആധാരമാണ്. അപ്പോൾ ഈ ഘോഷങ്ങളെല്ലാം രാജാക്കന്മാർ സംരക്ഷിക്കും. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥർ രാജാക്കന്മാരാണ്. അവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇടയന്മാർ. അവർക്കും വേണ്ടുന്നതായ സംരക്ഷണം രാജാവ് നൽകുന്നത്. കാരണം അവരുൾപ്പെടെ എല്ലാം രാജാവിൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് ആ ഇടയ ഗ്രാമങ്ങളിലെ ഇടയന്മാരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അവിടെയുള്ളതായ പശുക്കളെയും എല്ലാറ്റിനെയും രാജാക്കന്മാർ വളരെ ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് രാജാക്കന്മാർക്ക് വലിയ ആഘോഷപൂർണമായിട്ടുള്ള ഘോഷയാത്രകളും ചെയ്യും. ഘോഷയാത്ര എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. ആഘോഷപൂർണമായിട്ടുള്ള പ്രദർശനപരമായിട്ടുള്ള യാത്രകൾക്ക് ഘോഷയാത്ര എന്ന് പറയും. ഉത്സവ ചടങ്ങുകളോടനുബന്ധിച്ച് അതേപോലെ സംഘടനകളുടെ വിശേഷങ്ങളോടനുബന്ധിച്ച് ഒക്കെ ഘോഷയാത്രകൾ ഉണ്ടാകാറുണ്ട്. ആ പദം ഉണ്ടാകുന്നത് ഘോഷങ്ങളിലേക്കുള്ള യാത്ര എന്നുള്ള അർത്ഥത്തിലാണ്. അത് പിന്നെ ഏതൊരു ഉത്സവ യാത്രയും ഘോഷയാത്ര എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ഈ കൗരവന്മാര് അവരുടെ രാജ്യസീമകൾ സംരക്ഷിക്കുന്നതായ ഘോഷയാത്ര, ഘോഷങ്ങളിലേക്കുള്ളതായ യാത്ര, അതാണ് ഈ വനപർവ്വത്തിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നത്.
അത് മനഃപൂർവമായിട്ട് തട്ടിക്കൂട്ടിയ ഒരു യാത്രയാണ്. അതിൻ്റെ ലക്ഷ്യം നാം നേരിട്ട് കാണുമ്പോഴാണ് ആചാരം എന്നുള്ളത് ഈ ആസുരി സമ്പന്നന്മാർക്ക് തെല്ലുമില്ല എന്ന് നേരിട്ട് കാണുന്നത്. ഘോഷയാത്രകളുടെ ലക്ഷ്യം അവിടുത്തെ സുരക്ഷാ വിധാനങ്ങൾ പരിശോധിക്കുക, അവിടെയുള്ള ആളുകളുടെ എല്ലാം കൃത്യമായ കണക്കുകൾ, കാര്യങ്ങൾ, എത്ര മുതിർന്ന ആളുകൾ, എത്ര ചെറുപ്പക്കാർ, എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, എത്ര കുഞ്ഞുങ്ങൾ, ഇതെല്ലാം കൃത്യമായി കണക്ക് കൂട്ടുക. അവിടെയുള്ള പശുക്കൾ, പശുക്കുട്ടികൾ, കാളകൾ, അതേപോലെ തന്നെ എരുമകൾ, ഇവയുടെ എല്ലാം കണക്ക് കൃത്യമായിട്ടെടുക്കുക. അവയുടെ എല്ലാം ഫലമായിട്ട് ഓരോ ദിവസവും കിട്ടുന്നതായ പാലിൻ്റെ കണക്ക് ഒക്കെ രേഖപ്പെടുത്തുക. ഇതൊക്കെ ഘോഷയാത്രയുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്.